ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളീ കാണുന്നത് ഞാനെന്താ ഇപ്പം ഇന്ന് ചെയ്തൊരു എയർ ലെയറിങ് ചെയ്ത മാവിൻ്റെ ഒരു 2 ശിഖരങ്ങളാണ്. ഇതാണ് ആ കാണുന്ന ഒന്ന് ഇവിടെ ആയിട്ടുമുണ്ട്. സംഭവം ഇതൊരു വലിയ മാവാണ്. നമ്മുടെ മുന്നുള്ള വീഡിയോസിൽ നമ്മൾ ഈ മാവിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഈ കാണുന്ന ശിഖരങ്ങളെല്ലാം പുറത്തേക്ക് നിൽക്കുകയാണ്, റോഡ് സൈഡിലേക്ക് നിൽക്കുകയാണ്. ഈ സൈഡും ഇവിടെയൊക്കെ റോഡാണ്. അപ്പം ഇതിൽ മാങ്ങ പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് നിലത്ത് വീണ് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി തട്ടിയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് എയർ ലെയറിങ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ഇൻ കേസ് ഇത് നമുക്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ മാവിൻ്റെ ശിഖരങ്ങളൊക്കെ. അപ്പോൾ അത് മുറിച്ച് മാറ്റേണ്ടി വരും. കാരണം ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ. അപ്പോൾ എങ്ങനെയായാലും ഇത് അവരൊന്ന് കട്ട് ചെയ്യും. സോ അപ്പോൾ അതിന് മുന്നേ ഒന്ന് ലെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ചകിരിച്ചോറും ചാണകപ്പൊടിയും പ്ലാസ്റ്റിക് കവറിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് കെട്ടി കൊടുത്തേക്കുവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ, എൻ്റെ ചാനലിലല്ല വേറെ ചാനലിലൊക്കെ ആയിട്ട്. ഇവിടെ നിന്നുള്ള സ്കിന്ന് ഒരു ഇഞ്ച് നീളത്തിൽ നമ്മൾ സ്കിന്ന് ഫുൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരു വെറ്റ് കണ്ടൻറ്റ്, നനവ് വേണം, അങ്ങനെ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഫുൾ കവർ ചെയ്ത് നമ്മളൊക്കെയാണ് ചെയ്യാറ്. ഇനി ഒരു മാസത്തിന് പുറത്തെത്തുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേര് വരുമെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഞാനെന്തായാലും ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. ഈ കാണുന്നതാണ് മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇത് വളരെ ടേസ്റ്റായി മാങ്ങ അയക്കുന്ന മാവാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും ഇതിൻ്റെ തൈ കൊടുക്കുന്നത് ഇതിൻ്റെ ഈ മാങ്ങയുടെ കുരു വീണ് പിടിച്ച് തൈ കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഒരുപാട് കായ്ക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കാം, സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് വേണ്ട പോലെയൊക്കെ ചെയ്തെടുക്കാം എന്നുള്ള പ്ലാനിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിൽ ചെയ്യുന്നൊരു എയർ ലെയറിങ് സംഭവമാണ് കാണുന്നത്. ഞാനും ഇത് വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ട് പഠിച്ച് സംഭവം ചെയ്തേക്കാണ്. അതിലിനി അതിൻ്റെ നനവ് കൂടിപ്പോയോ അതോ അതിൻ്റെ കെട്ട് ടൈറ്റായപ്പോൾ ഒന്നും അറിയത്തില്ല. എന്താണെന്ന് നമുക്ക് നോക്കണം, വഴിയെ നോക്കണം. അപ്പം ഇതാണ് ആ മാവ്. എൻ്റെ ആദ്യത്തെ എയർ ലെയറിങ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.